हे कृष्णा करुणा सिंधो दीनबंधो जगत्पदे गोपेश गोपिका कांदा राधा कांद नमोस्तुते तप्त कांचन गौरंगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. നമുക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവാന്റെ നാമം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത് ഏതൊക്കെ ശാസ്ത്രങ്ങളിലാണ് പുരാണങ്ങളിലാണ് ഭഗവാന്റെ നാമം ജപിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള തെളിവുകൾ നൽകിയിട്ടുള്ളത്, ഏത് മന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് അതിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അത് ജപിക്കുമ്പോൾ കിട്ടുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഇതി ഷോഡശക നാംനാം കലി കൽമഷ നാശനം നാദോ പരതരോപായ സർവവേദേഷു ദൃശ്യതേ. ഈ 16 വാക്കുകളുള്ള മന്ത്രമാണ് ഈ കലിയുഗത്തിലെ കൽമഷങ്ങളെ നമ്മൾക്ക് മാറ്റി തരാൻ സഹായിക്കുന്നത്. ഇത് എല്ലാ വേദങ്ങളിലും ദൃശ്യമായിട്ടുള്ള മന്ത്രമാണ്. ഇതിന് അപ്പുറത്തേക്ക് വേറൊരു മന്ത്രമില്ലെന്ന് ശ്രീ നാരദ മഹർഷിയോട് ബ്രഹ്മദേവൻ അരുളി ചെയ്യുന്നു. അപ്പൊ ഈ അതീന്ദ്രിയ നാമം ജപിക്കുന്നതിലൂടെ എന്താണ് നമുക്ക് ആക്ച്വലി ലഭിക്കുന്നത്? ഈ അതീന്ദ്രിയ നാമം ജപിക്കുന്നതിലൂടെ ഭഗവാനുമായി നമ്മൾ മറന്നുപോയ നമ്മളുടെ ശാശ്വതമായ ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടാണ് ഇത് വളരെയധികം നമ്മളെ സഹായിക്കുന്നത്. ആക്ച്വലി എന്താണ് നമ്മൾ മറന്നുപോയ ആ ബന്ധം? നമ്മള് ഭഗവാന്റെ സേവകരായിരുന്നു അല്ലെ, നമ്മള് ഭഗവാന്റെ അംശമാണ്, നമ്മള് ഭഗവാന്റെ നമ്മള് ഭഗവാന്റെ സേവകരായിട്ട് ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാനോടൊപ്പം കഴിഞ്ഞിരുന്ന ആൾക്കാരാണ്. ഒരു നിമിഷത്തെ ഒരു അസൂയ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിലേക്ക് പതിക്കാൻ ഇടയായത്. അപ്പോ ആ മറന്നുപോയ ആ ശാശ്വതമായ ബന്ധം, നമ്മള് ഭഗവാന്റെ അംശമാണ്, നമ്മള് പാർട്ട് ആൻഡ് പാഴ്സൽസ് ഓഫ് കൃഷ്ണ എന്ന് നമ്മള് മറന്നു പോയിട്ടുള്ള ആ ബന്ധം മറവി കൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ഭൗതിക ലോകത്തിൽ ഇപ്പോ ഈ കഷ്ടതകളെല്ലാം അനുഭവിക്കുന്നത്. അപ്പോ ഈ കഷ്ടതകളെല്ലാം മാറ്റിവെച്ച് നമ്മൾക്ക് ശാശ്വതമായ ലോകത്തിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാമം ജപിക്കാനായിട്ട് എല്ലാവരോടും ആവശ്യപ്പെടുന്നത്. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ അംശമാണ്, നമ്മള് ശാശ്വതമായ ആത്മാവാണ് അല്ലെ. നമ്മള് ഈ ശരീരമല്ല. ഈ ശരീരം നമ്മൾക്ക് ഈ ഒരു ജന്മത്തിലെ ഈ ശരീരം നമ്മളുടെ കൂടെ ഉണ്ടാവും, അത് കഴിയുമ്പോൾ നഷ്ടപ്പെടും. പക്ഷെ ആത്മാവ് എല്ലായ്പ്പോഴും നമ്മളുടെ കൂടെ വരും, നമ്മളുടെ അടുത്ത ജന്മത്തിലേക്കും. ഇനി ജന്മം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് നമ്മൾ അകമഴിഞ്ഞു പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതിന് ഭഗവാന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നത്. അപ്പോ നമ്മളുടെ അവബോധം മലിനപ്പെടുന്നതും ജീവിതത്തിന്റെ ദർശനങ്ങൾ മറന്നു പോകുന്നതും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതും എല്ലാത്തിനും നമ്മള് ഇടയാക്കിയത് ഈ മറവിയാണ്. അപ്പൊ ഈ മറവി, അതായത് ശാശ്വത ബന്ധം മറന്നുപോയ ആ ഒരു
മറവി നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നമ്മളുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്താനായിട്ട് ഈ അതീന്ദ്രിയ നാമം നമ്മളെ സഹായിക്കുന്നു. കൃഷ്ണാവബോധം ഒരിക്കലും ഒരു മനസ്സിന്റെ ആവർത്തനമായിട്ടല്ല അതിനെ കണക്കാക്കുന്നത്. ഇതൊരു യഥാർത്ഥത്തിലുള്ള ഒരു ആത്മാവിന്റെ അവസ്ഥയാണ് ആക്ച്വലി. അപ്പോ ആത്മാവിന്റെ ശക്തിയാണ് കൃഷ്ണാവബോധം. അപ്പൊ നമ്മൾ ഈ അതീന്ദ്രിയ നാമം ജപിക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നത് നമ്മളുടെ ആത്മാവാണ്. ആ ആത്മാവ് ഭഗവാനുമായിട്ടുള്ള മറന്നുപോയ ശാശ്വതമായ ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഉള്ള സന്തോഷത്തിലാണ് നമ്മൾ നാമം ജപിക്കുമ്പോൾ ആത്മാവ് എത്തിച്ചേരുന്നത്. അപ്പൊ ഈ ശക്തിയെ, ഈ ആത്മാവിന്റെ ശക്തിയെ തിരിച്ചറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈ നാമജപാണ്. ഭഗവാന്റെ നാമം ചിന്താമണിയാണെന്ന് പറയുന്നു, അല്ലെ? ഗോപാല ചൂടാമണിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ പത്മപുരാണത്തിൽ പറയുന്നുണ്ട്, നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസ വിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വം നാമനാമിനെ. എന്താണ് അതിന്റെ അർത്ഥം? ഭഗവാന്റെ വിശുദ്ധ നാമം അതീന്ദ്രിയമായ ആനന്ദം പ്രദാനം ചെയ്യുന്നു. ഇത് ആത്മീയമായ ഗുണങ്ങൾ നൽകുന്നു. ഇത് സ്വയം ഭഗവാനാണ്. ആനന്ദത്തിന്റെ നിറസംഭരണിയാണ് ഭഗവാൻ. ഭഗവാന്റെ ദിവ്യനാമം സമ്പൂർണമാണ്. ഇത് അതീന്ദ്രിയ രസം പ്രദാനം ചെയ്യുന്നു. ഇത് ഭൗതികമായ ഒരു നിബന്ധനകളും ബാധിക്കാത്ത അതീന്ദ്രിയമായ നാമമാണ്. കൃഷ്ണനെ പോലെ തന്നെ ശക്തി, അല്ലെങ്കിൽ കൃഷ്ണനെ പോലെ തന്നെ എല്ലാ ശക്തികളും ഭഗവാൻ അടക്കി വെച്ചിരിക്കുന്നത്, കൃഷ്ണന് തുല്യമായ ശക്തി അടക്കി വെച്ചിരിക്കുന്നത് ഭഗവാൻ കലിയുഗത്തിലെ ഈ നാമത്തിലാണ്. അപ്പൊ ഭൗതികമായ ഒരു മാലിന്യങ്ങളും ബാധിക്കാത്ത നാമമാണിത്. അതുകൊണ്ടാണ് ഇതിനെ നാമചിന്താമണി എന്ന് പറയുന്നത്. അപ്പൊ നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസ വിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വം നാമനാമിനെ. അഭിന്നത്വം നാമനാമിനെ എന്ന് വെച്ചാൽ എന്താണ്? ഭഗവാനും ഭഗവാന്റെ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഭഗവാൻ എല്ലാ ശക്തികളും ഈ നാമരൂപത്തിലാണ് ഭഗവാൻ കലിയുഗത്തിൽ പ്രത്യേകിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോ ഈ എല്ലാ ശക്തികളും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ മായയുടെ കൈകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് ഈ മന്ത്രം നമ്മളെ സഹായിക്കും. ഭഗവാന്റെ നാമം മുക്തിയും ഭക്തിയും ഒരേ സമയം പ്രദാനം ചെയ്യുന്നു. ഭൗതിക പ്രകൃതിയുടെ ഒരു നിയമങ്ങളും ബാധിക്കാത്തതാണ് ഈ അതീന്ദ്രിയ നാമം. എന്തുകൊണ്ടാണ് ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങളൊന്നും ഇത് ഈ നാമത്തിനെ ബാധിക്കാത്തത്? കാരണം ഇത് ഭഗവാനും ഈ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളുടെയൊക്കെ നാമത്തിനൊന്നും ഒരു ശക്തിയില്ല, അല്ലെ? നമ്മളുടെയൊക്കെ പേരുകൾ കുറച്ചു നേരം ആരെങ്കിലും ജപിച്ചാൽ അവർക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല. പക്ഷെ ഭഗവാന്റെ നാമം കുറച്ചു നേരം ജപിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ ജീവിതത്തിനെ മാറ്റും. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ശാസ്ത്രങ്ങൾ പറയുന്നതാണ്, ആചാര്യന്മാർ പറയുന്നതാണ്, അനുഭവമുള്ളവർ പറയുന്നതാണ്. അപ്പൊ ഈ അതീന്ദ്രിയ നാമജപത്തിൽ അടങ്ങിയിരിക്കുന്ന 3 നാമങ്ങൾ, അല്ലെ? ഏതൊക്കെയാണ് ആ 3 നാമങ്ങൾ? ഹരേ, കൃഷ്ണ, രാമ. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടാണ് ഈ നാമജപത്തിൽ വരുന്നത്, അല്ലെ? ഈ ഷോഡശക നാമന, ഈ ഷോഡശക നാമത്തിൽ വന്നിരിക്കുന്നത് ഹരേ, കൃഷ്ണ, രാമ എന്ന് ഈ പേരുകൾ മാത്രമാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ പറയുന്നുണ്ട്, ഈ നാമം ജപിക്കാൻ തുടങ്ങുമ്പോൾ അതൊരു ഭക്തി നിർഭരമായ വിളിയായിട്ട് ഭഗവാൻ കണക്കാക്കുകയാണ്. അപ്പോ ഭഗവാനെയും ഭഗവാന്റെ ശക്തിയെയും ഉണർത്താനായിട്ട് ഈ മന്ത്രം നിങ്ങളെ സഹായിക്കും. ഭക്തി നിർഭരമായ വിളിയായിട്ട് ഭഗവാൻ കണക്കാക്കുകയാണ്. ഭഗവാന്റെ ശക്തിയെയും ഭഗവാനെയും ഒരേ സമയം ഉണർത്താനായിട്ട് ഈ നാമജപം സഹായിക്കും. അപ്പോ ഹരേ എന്ന പദം നമ്മൾക്ക് അഭയം നൽകുന്നു. നമ്മളുടെ നാമജപം അമ്മയ്ക്ക് വേണ്ടി കരയുന്ന കുഞ്ഞിനെ പോലെ ആവണം, അല്ലെ? എന്താണ് നമ്മള് നാട്ടിൽ പറയാറുണ്ട്? കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? നമ്മളുടെ കാരണവന്മാരൊക്കെ പറയാറുണ്ട്, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, അല്ലെങ്കിൽ കരയുന്ന കുഞ്ഞിനെയാണ് നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെ? ചിരിച്ചു കളിച്ച് സന്തോഷമായിട്ടിരിക്കുന്ന കുട്ടീനെ നമ്മൾ എന്താ വിചാരിക്കുക? കുറച്ചു നേരം കൂടി അവിടെ ഇരിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ കുഞ്ഞ് കരഞ്ഞു തുടങ്ങിയാൽ ഉടനെ നമ്മളെല്ലാം മാറ്റി വെച്ചിട്ട് ഉടനെ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ അതേപോലെയാണ് നമ്മളും ഈ ഹരേ എന്ന് പറയുന്ന അമ്മേനെ വിളിച്ചിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ നോക്കും, അല്ലെ? നമ്മളെ ഭഗവാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി വേറെ എന്താണ് വേണ്ടത്? വേറെ ആരുടെയും ഒരു ശ്രദ്ധയും നമുക്ക് ആവശ്യമില്ല, അല്ലെ? പരമ്പൊരുളായ ഭഗവാന്റെ ശ്രദ്ധ നമ്മളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക്
ഒന്നും തന്നെ നമ്മൾക്ക് ആവശ്യമില്ല. ജഗത്തിന്റെ നാഥനായ ഭഗവാൻ നമ്മളുടെ വിളി കേൾക്കാനായിട്ട് തയ്യാറായിട്ട് കാതോർത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അത് വിളിക്കാത്തത് കൊണ്ടാണ് ഈ കഷ്ടതകൾ മുഴുവനും നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ നമ്മളുടെ നാമജപം എങ്ങനെയായിരിക്കണം? അമ്മയ്ക്ക് വേണ്ടി കരയുന്ന കുഞ്ഞിനെ പോലെ ആവണം. ഹരയാകുന്ന അമ്മ നമ്മളുടെ യഥാർത്ഥ നാഥനായ പരമോന്നതനായ ഭഗവാനെ നേടിത്തരാൻ നമ്മളെ സഹായിക്കുന്നു, അല്ലെ? നമ്മള് അച്ഛൻ ആരാണെന്ന് ഒരു കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത് അമ്മയാണ്, അല്ലെ? അമ്മയിലൂടെയാണ് കുട്ടി അച്ഛൻ ആരാണെന്ന് പഠിക്കുന്നത്. ആദ്യമായിട്ടും ആ കുട്ടി ഉച്ചരിക്കുന്ന ശബ്ദവും അമ്മ എന്ന ശബ്ദമാണ് കുട്ടി ഉച്ചരിക്കുന്നത്. അപ്പോ ഈ ഹരേ എന്ന് പറയുന്ന അമ്മ പരമോന്നതനായ ഭഗവാനെ പരിചയപ്പെടുത്താനായിട്ട് നമ്മളെ സഹായിക്കും. ആ ഭഗവാന്റെ ശ്രദ്ധ നമ്മളിലേക്ക് തിരിച്ചുവിടാനായിട്ട് ഈ ഹരേ എന്ന അമ്മയുടെ സഹായം നമുക്ക് ആവശ്യമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത്. ഭഗവത്ഗീത 7.10 ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭഗവാൻ പറയുന്നുണ്ട്, ബീജമാം സർവഭൂതാനാം. അപ്പൊ ഞാനാണ് എല്ലാവരുടെയും ബീജദാതാവെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതേപോലെ 14.4 ശ്ലോകത്തിലും ഭഗവാൻ പറയുന്നുണ്ട്, താസാം ബ്രഹ്മ മഹദ്യോനിർ അഹം ബീജ പ്രതാപിത. എന്താണ് ഭഗവാൻ ഇവിടെ പറയുന്നത്? ഞാനാണ്, അല്ലെ, എല്ലാവരുടെയും ബീജദാതാവ് ഞാനാണ്. ഞാൻ എല്ലാ ലിവിങ് എൻറ്റിറ്റിയുടെയും സീഡ് ഗിവിങ് ഫാദർ ആയിട്ട് വർത്തിക്കുന്നു. അപ്പൊ എല്ലാ ജീവജാലങ്ങളുടെയും ബീജം ഞാനാണ് പ്രദാനം ചെയ്യുന്നതെന്ന് ഭഗവാൻ 2 സ്ഥലത്താണ് ഭഗവത്ഗീതയില് വീണ്ടും വീണ്ടും പറയുന്നത്. ഇപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള അവതാരമാണ്, ശബ്ദ അവതാരം. അപ്പൊ ഇത് ഭഗവാന്റെ ധാമമായ ഗോലോക വൃന്ദാവനത്തിലെ മന്ത്രമാണ്. ഇത് വെറും സാധാരണ മന്ത്രമല്ല, ഇത് ഗോലോക വൃന്ദാവനത്തില് ജപിക്കുന്ന അതീന്ദ്രിയമായിട്ടുള്ള ശബ്ദമാണ്. അപ്പൊ അതാണ് നമ്മൾക്ക് വേണ്ടി, നമ്മളെ ഉയർത്താൻ വേണ്ടി, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കലിയുഗത്തിലെ ചൈതന്യ മഹാപ്രഭു നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ജപിക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ മാറി നമ്മളുടെ മനസ്സ് സന്തോഷപൂർണമായിട്ട് മാറാനായിട്ട് സഹായിക്കുന്നത്. അപ്പോ ഈ ഗോലോക വൃന്ദാവനത്തിലെ മന്ത്രം അതീന്ദ്രിയ ലോകത്ത് നിന്ന് ഭഗവാൻ നമ്മൾക്ക് ഈ ഭൗതിക ലോകത്തിലേക്ക് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോ ആക്ച്വലി അവതാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതീന്ദ്രിയ ലോകത്തിലുള്ള എന്തെങ്കിലും കാര്യം ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഭൗതിക ലോകത്തിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ അവതാരം അല്ലെങ്കിൽ അവതരിക്കുക എന്ന് പറയാം, അല്ലെ? ഭഗവാൻ ഈ നമ്മളുടെ കൂടെ ഭൗതിക ലോകത്തിൽ ഉണ്ടായിരുന്ന ഒരാളായിട്ട് വീണ്ടും അവതരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും വിലയുണ്ടാവോ? ഭഗവാൻ അതീന്ദ്രിയ ലോകത്തിലാണ് എപ്പോഴും ഇരിക്കുക, ഭഗവാന്റെ സ്വധാമത്തിലാണ് എപ്പോഴും ഇരിക്കുക. അപ്പൊ അവിടെ നിന്നിട്ട് ഭഗവാൻ അവതരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായത്തിൽ പഠിക്കുന്നുണ്ട്, ഭഗവാൻ സാധുക്കളെ രക്ഷിക്കാനും ശത്രുക്കളെ നിഗ്രഹിക്കാനും വേണ്ടിയിട്ടാണ് ഭഗവാൻ ധർമ്മം പുനഃസ്ഥാപിക്കാനും ധർമ്മം സംരക്ഷിക്കാനും വേണ്ടി ഭഗവാൻ യുഗം തോറും ഭൂമിയിൽ അവതരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ആ ഭഗവാൻ അവതരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് ഭഗവാൻ സ്വധാമത്തിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഭൗതിക ലോകത്തിലേക്ക് വരുന്നതിനെയാണ് അവതാരം എന്ന് പറയുന്നത്. അതേപോലെ ഈ അതീന്ദ്രിയ ലോകത്തിൽ ഉള്ള നാമമാണ്, ഗോലോക വൃന്ദാവനത്തിലെ നാമമാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം. അത് ശബ്ദരൂപത്തില് ഈ കലിയുഗത്തിൽ അവതരിച്ചിരിക്കുകയാണ് ഭൗതിക ലോകത്തില്. അപ്പോ ഈ ഭൗതിക ലോകത്തിലേക്ക് വന്ന ഈ ഭഗവാന്റെ ശബ്ദ അവതാരമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതുകൊണ്ടാണ് ഇതിനെ മഹാമന്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് മാധുര്യ നാമമാണ്. ഇതിൽ നമഹ, മറ്റുള്ള മന്ത്രങ്ങളിലെ പോലെ നമഹ അല്ലെങ്കിൽ ഓം എന്നുള്ള ശബ്ദങ്ങളൊന്നും അടങ്ങിയിട്ടില്ല. പക്ഷെ ഈ ശബ്ദങ്ങളൊന്നും അടങ്ങിയിട്ടില്ലെങ്കിലും എല്ലാ പൊട്ടൻസിയുമുള്ള, എല്ലാ ശക്തിയുമുള്ള മന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അപ്പൊ എല്ലാം ഈ മന്ത്രത്തിലുള്ള എല്ലാ ശബ്ദങ്ങളും ഹരേ കൃഷ്ണ രാമ എന്ന് പറയുന്ന ഈ എല്ലാ വാക്കുകളും ഭഗവാന്റെ നാമങ്ങൾ തന്നെയാണ്. അവിടെ ഒന്നും വേറെ വാക്കുകളൊന്നും നമ്മൾ ഉച്ചരിക്കുന്നില്ല, ഭഗവാനെ തന്നെയാണ് നമ്മൾ സദാസമയവും ജപിക്കുന്നത്. അപ്പൊ ആക്ച്വലി എന്തിനാണ് ഭഗവാൻ ശബ്ദരൂപത്തിൽ അവതരിക്കുന്നത്? ഭഗവാനെ നമ്മൾക്ക് കാണണമെങ്കിൽ നമ്മളുടെ ഈ ഭൗതിക മാലിന്യം പൂണ്ട കണ്ണുകൾ കൊണ്ട് ഒരിക്കലും നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കില്ല, അല്ലെ? ബ്രഹ്മസംഹിതയില് ബ്രഹ്മാവ് പറയുന്നുണ്ട്,
പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സന്തഃ സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമ സുന്ദരം അചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അപ്പോ നമ്മൾക്ക് ഭഗവാനെ കാണണമെങ്കിൽ നമ്മളുടെ ഈ ഭൗതിക മാലിന്യം പൂണ്ട കണ്ണുകൾ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. അതിന് പ്രേമാഞ്ജനം എഴുതിയ കണ്ണുകൾ തന്നെ വേണം. അപ്പൊ പ്രേമാഞ്ജനം എഴുതിയ കണ്ണുകൾ നമ്മൾ എങ്ങനെ സ്വന്തമാക്കും? നമ്മൾ കൃഷ്ണപ്രേമം നേടാനായിട്ടാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ പ്രേമാഞ്ജനം നമുക്ക് സാധ്യമാകും. അപ്പൊ ഈ സ്പിരിച്വൽ വിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ. അതായത് അതീന്ദ്രിയ കാഴ്ച നമുക്ക് ആവശ്യമാണ് ഭഗവാനെ കാണാനായിട്ട്. അപ്പോ അതിന് ഞാനൊരു എക്സാമ്പിള് പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഒരു ഇരുമ്പിന്റെ ഒരു ദണ്ട് അല്ലെ, ഒരു ഇരുമ്പിന്റെ കഷ്ണം കുറച്ചധികം നേരം തീയിൽ വെച്ചിട്ട് ചൂടാക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ആ ഇരുമ്പ് ദണ്ട് നല്ല ചുവന്ന നിറത്തിൽ ചുട്ടു പഴുക്കും അല്ലെ. പിന്നെ ആ ഇരുമ്പ് ദണ്ടിന് ആ തീയുടെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ട് അല്ലെ. നമ്മൾ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു വസ്തുവിനെ സ്പർശിച്ചാല് ആ വസ്തു പൊള്ളിപ്പോവും അല്ലെ. ആ തീയുടെ അതേ സ്വഭാവം ആ ഇരുമ്പ് ദണ്ട് കാണിക്കും. എന്തുകൊണ്ടാണ്? കുറച്ച് സമയം നമ്മള് തീയിൽ വെച്ചിട്ട് ആ ഇരുമ്പ് ദണ്ടിനെ ചൂടാക്കിയത് കൊണ്ടാണ്. അപ്പോ പക്ഷെ അത് ആ ഇരുമ്പ് ദണ്ട് തീയാണോ? ഒരിക്കലും അല്ല അല്ലെ. തീയല്ലാന്ന് നമുക്കറിയാം. തീയുടെ സ്വഭാവം മാത്രമാണ് അത് കാണിക്കുന്നത്. അപ്പൊ ആ ഇരുമ്പ് ദണ്ടിന് കുറച്ചു നേരം തീയോടുള്ള സമ്പർക്കം കൊണ്ട് തീയുടെ എല്ലാ ഗുണങ്ങളും കൈവന്നു. അതേപോലെയാണ് നമുക്കും ഈ അതീന്ദ്രിയ നാമത്തിന്റെ സമ്പർക്കം കൊണ്ട് നമ്മൾക്കും മാറ്റങ്ങൾ വരും. അതുകൊണ്ടാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മള് എല്ലാവരും ജപിക്കാനായിട്ടും എല്ലാവരും ജപിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം മാറുമെന്ന് ഇത്ര ധൈര്യത്തോടെ പറയുന്നതിന്റെ കാര്യം എന്താണ്? ഇത് ഒരുപാട് ജനങ്ങളുടെ അല്ലെങ്കിൽ ഈവൻ മറ്റുള്ളവരുടെ കാര്യം നമുക്കറിയില്ല, പക്ഷെ എനിക്ക് എന്റെ കാര്യം അറിയാലോ. അപ്പൊ എന്റെ ജീവിതം മാറ്റിമറിച്ചത് ഈ അതീന്ദ്രിയ നാമജപമാണ്. അപ്പോ ഭഗവാന്റെ സമ്പർക്കം അല്ലെങ്കിൽ ഭഗവാന്റെ അതീന്ദ്രിയ നാമത്തിന്റെ സമ്പർക്കം കൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ അതീന്ദ്രിയ ശബ്ദ അവതാരമായിട്ടുള്ള ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിനോട് സമ്പർക്കം പുലർത്തുമ്പോൾ നമുക്കും അതീന്ദ്രിയമായ കഴിവുകൾ ലഭ്യമാകും. മുടങ്ങാതെയുള്ള ഈ നാമജപം ഈ അതീന്ദ്രിയ ആനന്ദം നിലനിർത്താനായിട്ട് നമ്മെ പ്രാപ്തമാക്കും. അപ്പോ ഈ ലോകത്തില് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മൾക്ക് ഒരുപാട് ചിന്തകളുണ്ട്, നമുക്ക് ഒരുപാട് ആകുലതകളും വ്യാധികളും ഉത്കണ്ഠകളും ഉണ്ട് നമ്മളുടെ ഭാവി ജീവിതത്തെ പറ്റിയിട്ട്. അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് നമ്മള് വിഷമിക്കും അല്ലെ. ആരോടെങ്കിലും വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അല്ലെ. ഒരു തവണ ആ വഴക്ക് കഴിഞ്ഞു പോയി, പക്ഷെ നമ്മള് വീണ്ടും അത് മനസ്സിലിട്ട് അന്ന് ആ പ്രഭു എന്നോട് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അന്ന് ആ മാതാജി എന്നോട് അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ വിഷമിക്കണത് മുഴുവനും. പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ആള് ചിലപ്പോ നമ്മളെ പറ്റിയിട്ട് ചിന്തിക്കുന്നത് കൂടി ഉണ്ടാവില്ല. പക്ഷെ നമ്മള് ഇങ്ങനെ ആവർത്തിച്ച് നമ്മൾ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മള് ഭാവിയെ കുറിച്ച് പലതും പ്ലാൻ ചെയ്യും അല്ലെ. ഇപ്പത്തെ കാലഘട്ടത്തില് കുട്ടികൾ ജനിക്കുന്നതിന് മുൻപേ UKG-യും LKG-യിലൊക്കെ സീറ്റ് ബുക്ക് ചെയ്യുന്ന മാതാപിതാക്കൾ വരെ നമുക്ക് നമ്മളുടെ ഈ സമൂഹത്തിൽ കാണാൻ സാധിക്കും അല്ലെ. ആ കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊന്നും ആരും നോക്കില്ല, അതിന് മുൻപേ സീറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോ ഒരു പരസ്യം ഞാൻ കണ്ടത് ഓർക്കാണ്. ഇപ്പത്തെ കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ കാണേണ്ടി വരികയായിരിക്കും. അമ്മയുടെ വയറ്റിന്ന് വരുന്ന കുട്ടി പ്രസവിച്ച ഉടനെ ഐപാഡ് എടുത്തിട്ട് കുത്തിക്കൊണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതായിട്ട് കാണുന്ന ഒരു പരസ്യം ഞാൻ കുറച്ച് നാൾ മുമ്പ് കാണാനിടയായി. അപ്പൊ അതൊക്കെ ഭാവി ലോകത്തിൽ നമുക്കതെല്ലാം കാണാൻ സാധിക്കും എന്നുള്ളതിന് കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കുട്ടികൾ വളർന്ന് അല്ലെങ്കിൽ ജനിച്ചു വീഴുന്നതും വയറ്റിൽ കിടക്കുന്ന അമ്മ വയറ്റില് കുട്ടിയെ ഇടുന്ന സമയത്തും എല്ലാം കാണുന്നത് ഈ സോഷ്യൽ മീഡിയയിലാണ് അല്ലെ. അമ്മ ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലായിരിക്കും, യൂട്യൂബിലെ പാട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അപ്പൊ അത് ഒരു കുറച്ചു നേരത്തേക്ക് നമുക്ക് നല്ല രീതിയിലേക്ക് നമ്മളുടെ ആ സമയം വിനിയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് അത് വളരെയേറെ പ്രയോജനം ചെയ്യും. അപ്പോ അതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് തരാൻ പറ്റും. ഈവൻ ഞങ്ങളുടെ മകൻ തന്നെ അതിന് ഉദാഹരണമാണ്. അപ്പൊ ഞങ്ങൾ എപ്പോഴും പറയും, ഞങ്ങളുടെ മകനാണ് ഞങ്ങളെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവന്നതെന്ന്. കാരണം അവന് വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് കൃഷ്ണാവബോധം പരിശീലിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പൊ അവനാണ് ആക്ച്വലി ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചത്. അപ്പൊ അവനെ
ഗർഭത്തിലായിരിക്കുന്ന സമയത്ത് ഞങ്ങള് 2ാമത്തെ അധ്യായം ഭഗവത്ഗീതയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ആ സമയത്തൊക്കെ ശ്ലോകങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ പഠിക്കുമായിരുന്നു, പഠിക്കാനായിട്ട് ശ്രമിക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോ ഈ മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത അല്ലെങ്കിൽ ദേഹിനോസ്മിൻ യഥാദേഹേ അങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെ നമ്മൾ ജപിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അറ്റൻഷൻ വരുമായിരുന്നു അവന്. കാരണം അവനത് വയറ്റിൽ കിടന്ന് കേട്ടിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ 7 മാസം മുതൽ കുട്ടികള് കേൾക്കാൻ ആരംഭിക്കും. അപ്പൊ നമ്മള് ഭഗവാന്റെ കഥകൾ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ആ കുട്ടിയെ സ്വാധീനിക്കും. കാരണം ഭാഗവത്തിലെ 3ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട് വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ യഥാർത്ഥ അവസ്ഥയെ പറ്റി. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അടുത്ത തവണ ഗർഭം ധരിക്കാനായിട്ട് നമ്മള് ഒരു തവണ നമ്മൾ മടിക്കും. കാരണം അത്രയും ദുരിതങ്ങളാണ് ആ വയറ്റിൽ കിടക്കുന്ന കുട്ടി അനുഭവിക്കുന്നത്. ഒരു നേർത്ത സ്ഥലത്തിന്റെ വ്യത്യാസത്തിൽ കിടക്കുന്ന ആ കുട്ടി വളരെയധികം നമ്മളുടെ വയറ്റിലുള്ള അണുക്കൾ അല്ലെങ്കിൽ വേംസ്, വിരകളെല്ലാം ആ കുട്ടീനെ ഉപദ്രവിക്കുന്നുണ്ട് ആക്ച്വലി. അപ്പൊ ഓരോ വിരകൾ വന്ന് കൊത്തുന്ന സമയത്തും ആ കുട്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ അങ്ങയുടെ ഡിവോട്ടി ആവാം, ഞാൻ അങ്ങയുടെ ഭക്തനാവാം, എന്നെ ഇവിടെ നിന്നൊന്ന് രക്ഷിക്കൂ എന്നാണ് ആ കുട്ടി ഭഗവാനോട് കേണപേക്ഷിക്കുന്നത്. പക്ഷെ 9 മാസങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങി വരുന്ന ആ കുട്ടീനെ കാണുമ്പോ നമ്മളെല്ലാവരും ഭയങ്കര അല്ലെ, അമ്മയും കുഞ്ഞും കരഞ്ഞിട്ടാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷെ കുട്ടീനെ കണ്ടു കഴിയുമ്പോ നമ്മളെല്ലാവരും കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേയും അതും എല്ലാം പറഞ്ഞ് ആഘോഷിച്ച് കുട്ടി വീണ്ടും മായയുടെ ലോകത്തിലേക്ക് എത്തിപ്പെടുകയാണ്. അപ്പൊ നമ്മളും ഓരോരുത്തരും അങ്ങനെ വന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പോ ഭഗവാന്റെ ചെറിയൊരു കരുണ കൊണ്ട് നമുക്ക് ഈ മഹാമന്ത്രം ജപിക്കാനുള്ള ഒരു അവസരം കൈവന്നിരിക്കുകയാണ്. അപ്പൊ അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ലോകത്തിലെ എല്ലാ ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും കാരണം നമ്മളുടെ ആകുലതകളും ഉത്കണ്ഠകളും അതിന് കൂട്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നം അല്ലെ, ആഹാര നിദ്ര ഭയം മൈഥുനം. ഇതല്ലേ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത്. എല്ലാ ജീവജാലങ്ങളും എടുത്താലും മനുഷ്യരാട്ടെ മറ്റു പല ജീവജാലങ്ങളെ എടുത്താലും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യമാണ് ആഹാര നിദ്ര ഭയമൈഥുനം അല്ലെ. ആഹാര നിദ്ര ഭയമൈഥുനം സമന്വയേതത് പശുഭിർ നരാന എന്ന് പറഞ്ഞിട്ട് ശ്ലോകം പറയുന്നുണ്ട്. അപ്പോ അതില് പ്രഭുപാദ പറയുന്നുണ്ട് ഈ ആഹാര നിദ്ര ഭയമൈഥുനത്തില് ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്നത് ഭയാണ് അല്ലെ. നമുക്ക് എല്ലാത്തിനെയും കുറിച്ച് ഭയാണ് അല്ലെ. നമുക്ക് മറ്റുള്ളവർ നമ്മളെ പറ്റിയിട്ട് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നാളെ എന്താവും, എൻ്റെ ഭർത്താവിന് എന്ത് സംഭവിക്കും, എൻ്റെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും, അവരുടെ പേരക്കുട്ടികൾക്ക് എന്ത് സംഭവിക്കും, പിന്നെ നാളെ എൻ്റെ ആരോഗ്യം എന്തായി തീരും അല്ലെ. അങ്ങനെയൊക്കെയുള്ള 100 കൂട്ടം ആദികളാണ് നമ്മൾക്ക്. ഭയമാണ് പ്രധാനമായിട്ടും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, ഭയാണ്. അപ്പൊ ഈ ഭയം നമ്മളെ ബാധിക്കാത്ത രീതിയിൽ മാറ്റാനായിട്ട് നമ്മളെ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് കൊണ്ട് സാധിക്കും. അപ്പൊ ഈ ഭയം എപ്പോഴും നമ്മള് ഭയത്തിലാണ് കഴിഞ്ഞുകൂടുന്നത്. അപ്പൊ ആ ഭയത്തിനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പകുതി സമാധാനം കൈവരിക്കാനായിട്ട് സാധിക്കും. അപ്പോ ഇവിടെ പറയുന്നുണ്ട് ഈ ഭൗതിക ലോകത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചിട്ട് ഭാഗവത്തില് പറയുന്നുണ്ട്. ഭവാംബുധിർ വത്സപദം പരം പദം 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 യത് വിപദം ന തേഷാം. അതായത് ഓരോ പദം യത് വിപദം, ഓരോ കാലടി സ്റ്റെപ്പിലും അല്ലെ, ഓരോ സ്റ്റെപ്പ് നമ്മൾ വെക്കുമ്പോഴും അവിടെ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട്. അതാണ് ഭൗതിക ലോകം അല്ലെ. ഭൗതിക ലോകത്തിൽ എപ്പോഴും ഒരു സുഖത്തിന് പിന്നാലെ ഒരു ദുഃഖം വരും അല്ലെ, ഒരു സന്തോഷത്തിന് പിന്നാലെ അടുത്ത സന്താപം വരും. അതാണ് ഭൗതിക ലോകം. നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടല്ല നമ്മളുടെ ജീവിതത്തിലേക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വരുന്നത്. അപ്പോ അതിനെ മാറ്റാനായിട്ടാണ് നമ്മൾ ഈ നാമജപം ജപിക്കാനായിട്ട് പറയുന്നത്. അപ്പോ പ്രഭുപാദ പറയുന്നുണ്ട്, കൃഷ്ണന്റെ കരുണ മൂലം ഈ ഭയസമുദ്രമാകുന്ന ഭൗതിക ലോകത്തിലെ ഭവസാഗരം അല്ലെ, ഈ ഒരു ഭൗതിക ലോകത്തിനെ ഭവസാഗരമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോ ഓരോ അടിയിലും അപകടം പതിയിരിക്കുന്ന ഈ ഭൗതിക ലോകം കൃഷ്ണന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നാണ് ഭാഗവതം പറയുന്നത്. അപ്പോ അഭയം പ്രാപിക്കാത്തവർക്കാണ് ഈ ഭൗതിക ലോകത്തിനെ കുറിച്ചിട്ട് ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ ഭഗവാന്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കുമ്പോൾ ഈ ഭവസാഗരം, ഈ അനന്തമായിട്ട് കിടക്കുന്ന ഈ ഭവസാഗരം ഭഗവാൻ ഒരു പശുവിന്റെ കുളമ്പടി പാടിലേക്ക് ചുരുക്കി തരും.
അല്ലെ? ഒരു പശുവിന്റെ കുളമ്പടിപ്പാട് എന്തോരം ഉണ്ടാവും? ഒരു ചെറിയ ഒരു നമ്മൾക്ക് ഈസി ആയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റും അത്. അപ്പൊ അതേപോലെ പശുവിന്റെ കുളമ്പടിപ്പാടിലേക്ക് ഭഗവാൻ ഈ ഭവസാഗരത്തിനെ ചെറുതാക്കി തരും. അതല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ പിന്നെ നമുക്ക് ഈ ഭയത്തിനെ നമുക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനെടുത്ത് ദൂരെ കളയാം. അപ്പൊ ഈ ഭയത്തിനെ മാറ്റാനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രാണ്. അപ്പോ ഭഗവാന്റെ ബഹിരംഗ ശക്തിയായ മായാദേവിയുടെ സമ്പർക്കം വരുമ്പോഴാണ് ആക്ച്വലി ഈ ഭയം നമ്മളെ കീഴടക്കുന്നത്. അപ്പൊ ഭഗവാന്റെ തന്നെ ശക്തിയാണ് ഈ മായാദേവി. ഭഗവാൻ പറയുന്നുണ്ട്, മായാദക്ഷേണ പ്രകൃതി സൂയദേശ ചരാചര പറയുന്നുണ്ട്. ഭഗവാൻ പറയുന്നത് എന്താണ്? എന്റെ തന്നെ ശക്തിയായ മായാദേവി വളരെ ശക്തിയാണ്, വളരെ പ്രബലയാണ്. പക്ഷെ എന്നെ അഭയം പ്രാപിക്കുന്നവരെ ഒരിക്കലും മായാദേവി കീഴ്പ്പെടുത്തില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഈ അതീന്ദ്രിയ നാമത്തിനുള്ള ശക്തി കൊണ്ട് നമുക്ക് ഈ ഭയത്തിനെ നമുക്ക് ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ വളരെയധികം വ്യത്യാസം വരുത്തും നമ്മള്. ഈ ഭയത്തിന് വളരെയധികം വ്യത്യാസം വരുത്താനായിട്ട് നമ്മളെ ഈ നാമജപം സഹായിക്കും. ഇപ്പൊ നാമം ജപിക്കുമ്പോൾ നമ്മൾക്ക് ഈവൻ മരണഭയം പോലും നമ്മൾക്ക് മാറിപ്പോവും. കാരണം നമ്മൾക്ക് എപ്പോഴും ഭയം, അതിൽ നമ്മൾക്ക് ഈ മരണഭയം ഉണ്ട്. കാരണം നമ്മൾ പലതവണ ഇതിനു മുൻപ് മരിച്ചു പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് മരണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മളുടെ നെഞ്ചിടിപ്പ് കൂടുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മരണത്തെ കുറിച്ച്. ഇപ്പൊ നമ്മൾ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഹാർട്ട് ബീറ്റും ശ്വാസവും ഒക്കെ കൂടും. കാരണം നമുക്ക് ഭയമാണ്. നമ്മൾ ഒരുപാട് അനുഭവിച്ചു വന്നത് കൊണ്ടാണ് നമുക്ക് പേടി അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. ഇപ്പൊ ഞങ്ങള് പണ്ട് ഇവിടുന്ന് ഗൾഫിൽ ഇപ്പൊ ഈ കൃഷ്ണാബോധത്തിലേക്ക് വന്നു തുടങ്ങുന്നതിന് മുൻപുള്ള സമയത്തൊക്കെ എനിക്ക് നാട്ടില് ഒരു സ്കൂട്ടർ ഉണ്ട്. അപ്പൊ അത് ഇവിടുന്ന് നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് നമ്മള് നാട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോ സ്കൂട്ടർ എടുക്കാൻ പേടിയാ. കാരണം വല്ലയിടത്തും കൊണ്ട് ഇടിക്കോ അല്ലെങ്കിൽ ഞാൻ മരിക്കോ എന്നൊക്കെയുള്ള പേടി കൊണ്ട് തൊടില്ല. അപ്പൊ ഒരാഴ്ചയൊക്കെ അവിടെ അനക്കാതെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് സ്കൂട്ടറും കൊണ്ടുള്ള ആവശ്യങ്ങളൊക്കെ കൂടി വരും. അപ്പൊ എന്ത് ചെയ്യും? നമ്മളുടെ അടുത്തുള്ള പ്രദേശങ്ങളിലോട്ടൊക്കെ ചുമ്മാ സ്കൂട്ടർ കൊണ്ട് ഓടിച്ച് 1-2 റൗണ്ട് നടക്കുക. പക്ഷെ അവിടെ തന്നെ വീണ്ടും നമ്മൾക്ക് ഭയാണ്. ആ സ്കൂട്ടർ നമ്മുടെ ഹാൻഡിലൊക്കെ വിറയ്ക്കും, കൈയൊക്കെ വിറയ്ക്കും. അപ്പൊ പിന്നെ വീണ്ടും ഒരാഴ്ചയും കൂടി സ്കൂട്ടർ അവിടെ തന്നെ വെക്കും. പിന്നെ പതുക്കെ സ്കൂട്ടർ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ വീടിന്റെ റോഡ് കഴിഞ്ഞിട്ട് അപ്പുറത്താണ് ആക്ച്വലി, തൊട്ടപ്പുറത്ത് ഈ ഹൈവേ ആണ്, NH49 ആണ്. അപ്പൊ അവിടേക്ക് പോവാൻ എനിക്ക് പേടിയാ ഈ സ്കൂട്ടർ കൊണ്ട്. അപ്പൊ ഈ ചെറിയ റോഡിലൂടെ ഓടിച്ചോണ്ട് പോയിട്ട് ഈ സ്കൂട്ടർ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആ ഏരിയ മുഴുവനുള്ള കടയിലൂടെ നടന്ന് എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് തിരിച്ച് ഈ സ്കൂട്ടറിന്റെ അടുത്ത് എത്തി സ്കൂട്ടർ എടുത്ത് വീട്ടിലേക്ക് വരും. അപ്പൊ വീട്ടിലിരിക്കണവരെന്താ ചിന്തിക്കാ, ഞാൻ സ്കൂട്ടറും കൊണ്ട് പോയിട്ട് എല്ലാം വാങ്ങിച്ചിട്ട് വന്നു. പക്ഷെ സത്യം എന്താന്ന് എനിക്കല്ലേ അറിയുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ആക്ച്വലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ സ്കൂട്ടർ ഓടിക്കാനുള്ള ഒരു ധൈര്യം വരുന്നത് എപ്പോഴാന്നറിയാമോ? ലീവ് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരാറാകുമ്പോ. അപ്പൊ ലീവ് കഴിഞ്ഞ് തിരിച്ചു വരാനായിട്ട് ചിലപ്പോ ഒരാഴ്ചയൊക്കെയുള്ള സമയത്താണ് നമ്മളൊന്ന് ധൈര്യമായിട്ട് സ്കൂട്ടർ എടുത്ത് ഹൈവേ കൂടെയൊക്കെ ഒന്ന് ഓടിക്കണേ. അപ്പത്തേക്കും അത് തിരിച്ചു വരാനുള്ള സമയമാവും. അപ്പൊ നമുക്ക് നിരാശയാവും, ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നിട്ട് ഇതൊന്ന് ഓടിച്ചു നോക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കൃഷ്ണബോധത്തിലേക്ക് വന്നു കഴിഞ്ഞ് ഞാന് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നത്തെ വെക്കേഷന് നാട്ടിൽ ചെന്നപ്പോ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ അന്നേ ദിവസം തന്നെ സ്കൂട്ടർ എടുത്തിട്ട് ഈ ഹൈവേയിലൂടെ ഓടിച്ച് ഏതോ ഒരു കടയിൽ പോയിട്ട് തിരിച്ചു വന്നു. അപ്പൊ ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ സ്കൂട്ടർ ഓടിച്ച് വരുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരികയാണ്, ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഈ സ്കൂട്ടർ എടുത്തിട്ട് ഓടിച്ചു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് എനിക്ക് ഈ നാമജപത്തിന്റെ മഹത്വം മനസ്സിലായത്. അപ്പൊ നമ്മളുടെ ഭയം നമ്മളിൽ നിന്ന് പോയാൽ തന്നെ നമുക്ക് എല്ലാത്തിനും ഒരു ധൈര്യം കൈവരും. നമുക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ട അവസ്ഥയില്ല. കാരണം നമ്മൾ മരണത്തെ പേടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും പുറകോട്ട് മാറുന്നത്. അപ്പോ ആ മരണഭയം പോയപ്പോ ഇനിയിപ്പോ വണ്ടി ഇടിച്ചാലും ഒന്നും കൂടുതൽ എന്താ സംഭവിക്കാൻ, ഞാൻ മരിക്കും. അപ്പൊ അതിന് ഒരു തടയിടാനായിട്ട് ആ നാമജപം എന്നെ സഹായിച്ചു. അപ്പൊ അതിനുശേഷം ഒരിക്കൽ പോലും ഞാൻ സ്കൂട്ടർ എടുക്കാനായിട്ട് പേടിച്ചിട്ടില്ല. അപ്പൊ അന്ന് തന്നെ ചെല്ലുന്ന ആ സമയം തന്നെ എയർപോർട്ടിൽ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ സ്കൂട്ടർ എടുത്തിട്ട് കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരും. അപ്പൊ അത് എനിക്ക് വലിയൊരു ജീവിതത്തിൽ വന്ന ഒരു വലിയ തിരിച്ചറിവായിരുന്നു അത്. അപ്പൊ അതാണ് നമ്മളുടെ മഹാഭയങ്ങൾ നമ്മളിൽ നിന്ന് പോകുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ആ ധൈര്യം കൈവരുന്നത്.
അപ്പൊ ഇത് എന്റെ ജീവിതാനുഭവമാണ് കേട്ടോ. അപ്പോ ഇത് നമ്മളെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് മന്ത്രങ്ങളും പ്രാർത്ഥനകളൊക്കെ നമ്മൾ ജപിക്കാറും ചൊല്ലാറും ഉണ്ടല്ലേ. പക്ഷെ അവയ്ക്കൊന്നും ഈ കലിയുഗത്തിലെ കൽമഷങ്ങളെ മാറ്റാനുള്ള ശക്തിയില്ല. അപ്പൊ എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും സത്യയുഗത്തിലും ജനങ്ങള് അനുഷ്ഠിച്ചു പോകുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു നാമജപം കൊണ്ട് സാധ്യമാണ്. അപ്പോ അതുകൊണ്ടാണ് കലിയുഗത്തിലെ കൽമഷങ്ങളെ മാറ്റാനായിട്ടുള്ള എല്ലാ ശക്തിയും ഭഗവാൻ ഈ നാമജപത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ കലിയുഗത്തിലെ കൽമഷങ്ങളെ മാറ്റാനായിട്ടുള്ള കഴിവ് പൂർണ്ണമായിട്ടും അടങ്ങിയിരിക്കുന്നത് ഈ നാമത്തിലാണ്. ഭാഗവത്തിൽ പറയുന്നുണ്ട്, കലേർ ദോഷ നിദേരാജൻ അസ്തിഹി ഏഹോ മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്ത സംഘ പരംരജേത്. അതായത് കലിയുടെ കൽമഷങ്ങൾ മാറ്റാനായിട്ട് ആകെയുള്ള ഒരു വഴി എന്താണ്? കീർത്തനാദേവ കൃഷ്ണസ്യ. അപ്പോ ഇത് കലിയുഗത്തിലെ ആൾക്കാരുടെ വിഷമതകൾ കണ്ടിട്ട് പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ് ശുകദേവ ഗോസ്വാമിയുടെ, എന്ത് ചെയ്താലാണ് ഈ കലിയുഗത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ പറ്റുക? അപ്പൊ ശുകദേവ ഗോസ്വാമി നൽകുന്ന ഉത്തരമാണിത്. അപ്പൊ ഈ മന്ത്രത്തിനാണ് ഭഗവാൻ ഈ കലിയുഗത്തിലെ കൽമഷങ്ങൾ മാറ്റാനുള്ള എല്ലാ ശക്തിയും തന്നിരിക്കുന്നത്. അപ്പൊ ഇതി ഷോഡശക നാംനാം കലി കൽമഷ നാശനം അല്ലെ, ഈ 16 വാക്കുകളുള്ള മന്ത്രമാണ് കലിയുഗത്തിലെ എല്ലാ കൽമഷങ്ങളെ മാറ്റാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ ഈ ഭഗവാന്റെ ഈ അതീന്ദ്രിയ നാമം ജപിക്കുന്നതിലൂടെ ഭഗവാനെയും ഭഗവാന്റെ അതീന്ദ്രിയ ശക്തിയെയുമാണ് നമ്മൾ ഉണർത്തുന്നത്. ഈ മന്ത്രം ജപിക്കാൻ ആരംഭിക്കുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കണേന്ന് അറിയോ? ഭഗവാൻ നമ്മളെ ഓർക്കാൻ തുടങ്ങുകയാണ് അല്ലെ. ഭഗവാൻ നമ്മളെ ഓർത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്താണ് വേണ്ടത്? ഈ ലോകത്തിൽ ആരും നമ്മളെ ഓർത്തില്ലെങ്കിലും നമുക്കൊരു പരാതിയില്ല അല്ലെ. ഈ ജഗത്തിന്റെ നാഥനായ ഭഗവാൻ നമ്മളെ ഓർക്കാനായിട്ട് സഹായിക്കുന്നത് ഈ നാമം ജപിക്കുമ്പോഴാണ്. ഇതിന് മുൻപും ഇതിന് ശേഷവും ആരും പറഞ്ഞിട്ടില്ല അല്ലെ, ഈ മന്ത്രം ജപിക്കൂ എന്ന്, ഞാൻ നിങ്ങളെ ഓർക്കാന്ന് ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഭക്തനായ മഹാവൈഷ്ണവനായ ശിവൻ പാർവതി ദേവിയോട് പറയുന്ന എന്താണ്? വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് ഈ മന്ത്രം അല്ലെ, വിഷ്ണു ആരാധനം പരം. എന്തുകൊണ്ടാണ് ശിവൻ പാർവതിനോട് എന്നെ ആരാധിക്കുന്ന കാര്യം പറയാത്തത് അല്ലെ? ശിവന് പറഞ്ഞൂടെ എന്നെ ആരാധിക്കൂ, മഹാശംഭോ അല്ലെങ്കിൽ ശിവശംഭോ എന്ന് പറയുന്ന നാമം ജപിക്കാൻ എന്തുകൊണ്ടാണ് ശിവൻ പാർവതിയോട് പറയാത്തത്? പാർവതി ദേവിനോട് ശിവൻ പറയുന്ന എന്താണ്? വിഷ്ണു ആരാധനം പരം എന്നാ പറയാ. അപ്പോ വിഷ്ണു ആരാധനയാണ് ടോപ്പ് മോസ്റ്റ് എന്ന് മഹാഭക്തനായ ശിവ ഭഗവാന് വരെ അറിയാം അല്ലെ. വൈഷ്ണവാനാം യഥാ ശംഭോ എന്നാണ് മഹാശിവനെ നമ്മള് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം തന്റെ ജപമാലയിൽ ജപിക്കുന്നത് ഭഗവാന്റെ നാമാണ്. അപ്പൊ അതുകൊണ്ടാണ് അത്രയും വിശിഷ്യമായിട്ട് ശിവൻ പാർവതിയോട് പറയുന്നത് വിഷ്ണു ആരാധനം പരം എന്ന് പറയുന്നത്. അപ്പൊ അത്രയ്ക്കും എല്ലാ അർത്ഥദേവതമാരും ഒരേ സ്വരത്തിൽ സമ്മതിക്കുന്ന മന്ത്രമാണ് നമ്മളുടെ ഈ അതീന്ദ്രിയ നാമം, ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം. അപ്പോ ഇത് ജപിക്കുന്ന സമയത്ത് ഭഗവാൻ നമ്മളെ ഓർക്കാണ്. അപ്പോ ഭഗവാൻ നമ്മളെ ഓർത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നിന്റെയും ആവശ്യമില്ല. അപ്പൊ ഈ നാമം ജപിക്കാനായിട്ട് ഒരു ക്വാളിഫിക്കേഷനും നമുക്ക് ആവശ്യമില്ല. ആകെ വേണ്ടത് നമ്മളുടെ മനസ്സാണ്, നമ്മളുടെ സമയമാണ് നമ്മൾ ചെലവഴിക്കേണ്ടത്. പിന്നെ നാമം ജപിക്കാനുള്ള കുറച്ച് താല്പര്യം, ഇത് മാത്രം മതി. ഇത് നമ്മളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കും. ഇപ്പൊ വിദ്യാഭ്യാസ യോഗ്യതയോ ധനമോ സൗന്ദര്യമോ അല്ലെങ്കിൽ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ പണ്ഡിതനെന്നോ ഒരു വ്യത്യാസവും ഇല്ല ഈ നാമജപത്തിന്. അപ്പോ ഇത് ആകെ വേണ്ടത് നമ്മളുടെ കുറച്ച് സമയമാണ്. ഇപ്പൊ യാതൊരു ചെലവുകളും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ഈ നാമജപം. അപ്പൊ നമ്മൾ ജപിക്കാനെടുക്കുന്ന കുറച്ച് സമയം മാത്രം മതി നമ്മൾക്ക് ഭഗവാനുമായിട്ടുള്ള ശാശ്വത ബന്ധം പുനഃസ്ഥാപിക്കാനും നമ്മളുടെ കൽമഷങ്ങളെ മാറ്റാനും നമ്മളുടെ ഭയത്തിനെ മാറ്റാനൊക്കെ ആയിട്ട് നമ്മൾ ജപിക്കാനെടുക്കുന്ന ആ വളരെ കുറച്ച് സമയം മാത്രം മതി. ഇപ്പൊ 7 മിനിറ്റാണ് ഒരു നാമജപം ജപിക്കാൻ, ഒരു മാല അല്ലെങ്കിൽ 108 തവണ മന്ത്രം ജപിക്കാനായിട്ട് നമ്മൾ ഒരു ഐഡിയലി പറയുന്നത് 7 മിനിറ്റ് ആണ് അല്ലെ.
അപ്പൊ അരമണിക്കൂർ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 പ്രാവശ്യം നമുക്ക് മാല ജപിക്കാം. അത് 4 × 108. അപ്പൊ അത്രയും സമയം നമുക്ക് ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഈ മന്ത്രജപം നമ്മളെ സഹായിക്കും. അപ്പൊ ഭഗവാൻ നമ്മളെ ഓർക്കുകയാണ് അല്ലെ. നമ്മളെ ഒരാള് അല്ലെ, നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് ഒരു അതിഥി വന്നു അല്ലെ. ഒരു അതിഥിയെ കുറിച്ച് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാനായിട്ട് ആലോചിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു വീട്ടിലേക്ക് ഒരു അതിഥി വന്നു അല്ലെ. അതിഥി വന്നിട്ട് നമ്മൾ ആ അതിഥിയെ ഗൗനിക്കാതെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ അതിഥിക്ക് ഒരു ഇൻസൾട്ടഡ് ഫീൽ ചെയ്യില്ലേ അല്ലെ. എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തീർച്ചയായിട്ടും ആ അതിഥി വിചാരിക്കും. പിന്നീട് ആ വീട്ടിലേക്ക് വരാനായിട്ട് ആ അതിഥി ഒന്ന് മടിക്കും അല്ലെ. ഞാൻ ഒരു തവണ ചെന്നപ്പോ എന്നെ കറക്റ്റ് ആയിട്ട് എന്നെ ശ്രദ്ധിച്ചില്ല, അപ്പൊ എന്നാ ഇനിയിപ്പോ അടുത്ത തവണ പോകണോ വേണ്ടയോ എന്ന് നമ്മളൊന്ന് ആലോചിക്കും. അപ്പൊ നമ്മള് നാമം ജപിക്കാനായിട്ട് മാല കയ്യിലെടുക്കുന്ന സമയത്ത് ഭഗവാൻ നമ്മളെ ഓർക്കാണ്. ഭഗവാൻ നമ്മളുടെ നാവിൻ തുമ്പിലേക്ക് അതിഥിയായിട്ട് വരികയാണ് അല്ലെ. അപ്പൊ ആ നാവിൻ തുമ്പിലേക്ക് വരുന്ന ഭഗവാനെ നമ്മള് കറക്റ്റ് ആയിട്ട് ഓർത്ത് അല്ലെ, നമ്മൾ ശ്രദ്ധയോടെ ജപിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മള് കുട്ടികളോടൊക്കെ നാമം ജപിക്കുന്ന സമയത്ത് പറയും, നീ നല്ല രീതിയിൽ അല്ലെ, ടങ്ക് സ്ലിപ്പ് ചെയ്യാതെ നല്ല രീതിയിൽ. കുട്ടികള് നാമം ജപിക്കണ എങ്ങനെയാണ്? അവര് പെട്ടെന്ന് കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹര ഹരേ കൃഷ്ണ 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 അങ്ങനെ പറയും. അപ്പൊ ഞങ്ങള് പറയും, നമ്മള് കുട്ടികളോട് പറയും, നിന്റെ നാവിന്റെ തുമ്പിൽ നിന്ന് ഭഗവാൻ താഴെ വീഴും അല്ലെ. ഭഗവാൻ നാവിന്റെ തുമ്പിൽ നിന്ന് ഡാൻസ് ചെയ്യണം നമ്മൾ നാമം ജപിക്കുമ്പോ. ഭഗവാൻ സ്ലിപ്പ് ചെയ്ത് വീഴും നിന്റെ നാമജപം കേൾക്കുമ്പോ നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയും. അത് നമുക്കും ആപ്ലിക്കബിൾ ആണ്. അപ്പൊ നമ്മള് വേഗം നാമം വഴിപാട് പോലെ കഴിച്ചു കൂട്ടാൻ വേണ്ടി സ്പീഡിൽ നാമം ജപിക്കുമ്പോ ഇതുപോലെ തന്നെ ഭഗവാനും വിഷമം നേരിടും. അപ്പൊ ഭഗവാൻ നമ്മളെ ഓർത്തിട്ട് നമ്മളുടെ അടുത്തേക്ക് വരുമ്പോ നമ്മള് ശ്രദ്ധയോട് കൂടിയിട്ട് നാമം ജപിക്കണം. അപ്പൊ അതിന് എങ്ങനെയൊക്കെ ജപിക്കാന്ന് നമ്മൾക്ക് ഇനി ഒരു ക്ലാസ്സിൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാം. അപ്പൊ ഇപ്പൊ വേണ്ടത് എന്താണ്? നാമം ജപിക്കുക, അതിനുള്ള ഒരു താല്പര്യം കൊണ്ടുവരിക. അപ്പോ ഈ ശബ്ദ തരംഗങ്ങൾ ഇത് അതീന്ദ്രിയമായത് കൊണ്ടാണ് നമ്മളുടെ ജീവിതം ഇത് ജപിക്കുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ ഈ ഭൗതികമായിട്ടുള്ള എല്ലാ അതിർവരമ്പുകളെയും മാറ്റാനായിട്ട് ഈ അതീന്ദ്രിയ നാമത്തിന് ശക്തിയുണ്ട്. ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന കുഞ്ഞിന് വരെ മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള ശക്തിയുള്ള മന്ത്രമാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം. അപ്പോൾ ഗർഭിണികളായിട്ടുള്ള ആരെങ്കിലും ഈ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനായിട്ട് താല്പര്യം കാണിക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. കാരണം ഇത് നമ്മള് ജപിക്കുന്നതിലൂടെ ആ കുട്ടിക്ക് വളരെയധികം സന്തോഷമാവും ശരിക്കും. കാരണം ആ കുട്ടി അത്രയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഗർഭാവസ്ഥയിൽ. അപ്പൊ നമ്മള് ഭഗവാന്റെ നാമം ജപിക്കുന്നത് കേൾക്കുമ്പോൾ ആ കുട്ടിയുടെ ആത്മാവ് സന്തോഷിക്കും. അപ്പൊ നമ്മള് എങ്ങനെയാണ് ആക്ച്വലി നമ്മള് നാമം ജപിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി നാമജപത്തിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നാമം ജപിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മള് ഇപ്പൊ ഒരു പൊടി പിടിച്ച് കിടക്കുന്ന ഒരു കണ്ണാടിയിൽ ചെന്നിട്ട് നമ്മളുടെ മുഖം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വ്യക്തമാവില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു തുണി എടുത്തിട്ട് ആ കണ്ണാടി തുടച്ച് വൃത്തിയാക്കും നമ്മളെ ശരിക്കും കാണാനായിട്ട്. അപ്പോ അതേ പ്രക്രിയയാണ് നമ്മൾ നാമം ജപിക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തിലും സംഭവിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഹൃദയത്തില് മുജ്ജന്മ പാപങ്ങൾ കൊണ്ട് അടിഞ്ഞു കൂടി കിടക്കുന്ന പൊടിപടലങ്ങൾ കൊണ്ടാണ് അത് ആ പൊടിപടലങ്ങൾ നമ്മളുടെ മറയ്ക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കാത്തത്. അപ്പൊ നമ്മള് ഈ നാമജപം ജപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ചേതോ ദർപ്പണം ആർജനം. അതായത് ചൈതന്യ മഹാപ്രഭു തന്നെ ശിക്ഷാഷ്ടകത്തിൽ പറയുന്നുണ്ട്, ചേതോ ദർപ്പണമാർജനം ഭവമഹാദാവാഗ്നി നിർവാപനം ശ്രേയ കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവധു ജീവനം. ഭഗവാൻ പറയാണ്, ജന്മാന്തരങ്ങളായിട്ട് അടിഞ്ഞുകൂടി കിടക്കുന്ന പൊടിപടലങ്ങൾ മാറ്റി ഹൃദയത്തിനെ ക്ലീൻ ചെയ്യാനായിട്ടാണ് ഈ നാമജപം നമ്മളെ സഹായിക്കുന്നത്. അപ്പോ ഭഗവാൻ പറയുന്നുണ്ട്, ശ്രീകൃഷ്ണ പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. അപ്പോ ഈ ശ്രീകൃഷ്ണ സങ്കീർത്തനമാണ് എപ്പോഴും വിജയിയായിട്ട് നിൽക്കുന്നത്. അപ്പൊ ജന്മാന്തരങ്ങളായിട്ട് അടിഞ്ഞുകൂടിയെടുക്കുന്ന പൊടിപടലങ്ങൾ മാറ്റി ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതിനും ജനന മരണമാകുന്ന അഗ്നിയെ ശമിപ്പിക്കാനും ആയ ശ്രീകൃഷ്ണ സങ്കീർത്തനം വാഴ്ത്തപ്പെടട്ടെ എന്നാണ് ഭഗവാൻ പറയുന്നത്.
അപ്പൊ ഇത് മനുഷ്യവർഗത്തിന് ഒട്ടാകെയുള്ള പരമമായ അനുഗ്രഹമായിട്ടാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. അപ്പോ ഇത് അനുഗ്രഹത്തിന്റെയും ആധ്യാത്മിക ജ്ഞാനത്തിന്റെയും കിരണങ്ങൾ വിതരണം ചെയ്യുന്ന മന്ത്രമാണ്. ഇത് ഭഗവാന്റെ അതീന്ദ്രിയ മന്ത്രമാണ്. ഈ സങ്കീർത്തന യജ്ഞം നാൾക്ക് നാൾ വർദ്ധിക്കട്ടെ, എപ്പോഴും വിജയിക്കട്ടെ എന്നാണ് ചൈതന്യ മഹാപ്രഭു നമ്മളോട് പറയുന്നത്. അപ്പോ ഈ സങ്കീർത്തനം ആക്ച്വലി നമ്മള് ഇപ്പൊ കുടുംബത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരേ സ്വരത്തിൽ നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സങ്കീർത്തന യജ്ഞമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പൊ ആ ഒരേ സ്വരത്തിൽ നമ്മൾ നാമം ജപിക്കുമ്പോൾ നമ്മളുടെ വീട് ശുദ്ധീകരിക്കാനും നമ്മളുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കാനും നമ്മളുടെ മറ്റുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറാനായിട്ട് ആ സങ്കീർത്തന യജ്ഞം നമ്മളെ സഹായിക്കും. നമ്മള് ഇവിടെ ഈ കൊറോണ കാലത്തിന് മുൻപായിട്ട് നമ്മൾ ഏകാദശിയൊക്കെ വരുമ്പോ അങ്ങനെ എല്ലാ ഭക്തന്മാരോടും ഒരിടത്ത് ഒരുമിച്ച് കൂടിയിട്ട് നാമം ജപിക്കാനായിട്ട് പറയാറുണ്ട്. അപ്പോ നമ്മള് ഈ ഒരു മാല അല്ലെങ്കിൽ 2 മാലയൊക്കെ വളരെ വിഷമിച്ച് ജപിക്കുന്ന ആൾക്കാര് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് കുറെ അധികം നാമങ്ങൾ ജപിക്കുമ്പോൾ അവർക്ക് തോന്നും, ഓ ഈ 2 മാലയൊന്നും ഇത്ര വലിയ പ്രയാസമുള്ള കാര്യമല്ല എന്ന് തോന്നും. അപ്പൊ ആ ഒരു തോന്നലിനും അവരെ അത് സഹായിക്കും. അപ്പൊ ഈ ഒരുമിച്ച് കൂടിയിരുന്ന് ജപിക്കുന്ന ഈ നാമജപത്തിന് നമ്മള് സങ്കീർത്തന യജ്ഞം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സങ്കീർത്തന യജ്ഞമാണ് ആക്ച്വലി ഈ കലിയുഗത്തില് നമ്മൾ അനുഷ്ഠിക്കേണ്ട പരമമായിട്ടുള്ള യജ്ഞം. അപ്പോ ഭഗവാന്റെ നാമത്തിന് എന്താണ് പ്രത്യേകത? അപ്പോ ഏക കൃഷ്ണ നാമേ കരേ സർവ പാപക്ഷയ. അപ്പൊ ഈ അതീന്ദ്രിയ നാമജപത്തിലൂടെ ഒരുവൻ തന്റെ പാപ പ്രതികരണങ്ങളിൽ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് മുക്തി നേടാണ്. ഏക കൃഷ്ണ നാമേ കരേ സർവ പാപക്ഷയ. ഈ അതീന്ദ്രിയ നാമം നമ്മളുടെ എല്ലാ പാപ പ്രതികരണങ്ങളെയും ക്ഷയിപ്പിക്കാനായിട്ട് സഹായിക്കും. അപ്പൊ നാമജപത്തിലൂടെ ഒരാൾക്ക് എന്താണ് നേട്ടങ്ങൾ വരുന്നത്? തന്റെ അവബോധം ശുദ്ധീകരിക്കാനും സമാധാനം നിറഞ്ഞ ഒരു മനസ്സും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നുള്ള ഉത്കണ്ഠകളും എല്ലാം മാറ്റിവെക്കാനായിട്ട് നമ്മളെ ഈ നാമം സഹായിക്കും. അപ്പൊ ഭയവും ആവശ്യമില്ലാത്ത ചിന്തകളും പിന്നെ ദുശ്ശീലങ്ങളിൽ നിന്നുള്ള മോചനവും എല്ലാം നമുക്ക് ഈ മന്ത്രം കൊണ്ട് സാധ്യമാണ്. ഇതിനെല്ലാം ഉപരി കൃഷ്ണപ്രേമം സാധ്യമാകുന്ന ഒരു മന്ത്രമാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ഇത് വളരെ വിശേഷമായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോ ഈ കൃഷ്ണപ്രേമം സാധ്യമാകുന്നത് കൊണ്ടാണ് നമുക്കൊരു അതീന്ദ്രിയമായിട്ടുള്ള ഒരു ആനന്ദം നമ്മളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത്. ഭഗവാനോടുള്ള സ്നേഹവും കൃഷ്ണാബോധം ഉണർത്താനും എല്ലാം ഈ മന്ത്രജപം നമ്മളെ സഹായിക്കും. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയദാ ശാന്തിർ അശാന്തസ്യ കുതസുഖം. എന്താണ് ഭഗവാൻ പറയുന്നത്? പരമപുരുഷനുമായി ബന്ധപ്പെടാത്തവന് ദിവ്യ ബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. അതില്ലാതെ ഒരിക്കലും സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല. അപ്പൊ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ സുഖത്തിന് എവിടെയാണ് സ്ഥാനം എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അപ്പോ ഈ നാമജപത്തിലൂടെ നമ്മൾക്ക് ഈ സുഖവും സന്തോഷവും സമാധാനവും എല്ലാം കൈവരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ മുജ്ജന്മ പാപകർമ്മങ്ങളിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ഈ നാമജപത്താൽ സാധ്യമാവുന്നെന്ന് പറഞ്ഞു. അപ്പൊ പത്മപുരാണത്തിൽ പറയുന്നുണ്ട്, അപ്രാരാബ്ധ ഫലം പാപം കൂടം ബീജം ഫലോന്മുഖം ക്രമേണൈവ പ്രലീയത്തെ വിഷ്ണു ഭക്തിരതാത്മനം. എന്താ പറയാ? കൂടം ബീജം ഫലോന്മുഖം. നമ്മളുടെ കർമ്മങ്ങള് നമ്മളിലേക്ക് നമ്മളിലേക്ക് ബാധിക്കുന്നത് 4 രീതിയിലാണ്. അപ്രാരാബ്ധ ഫലം പാപം കൂടം ബീജം ഫലോന്മുഖം. അപ്പൊ 4 രീതിയിൽ ബാധിക്കുന്ന ആ കർമ്മങ്ങളെ മാറ്റാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. അപ്പൊ ഒരു വിത്തിനെ നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വിത്ത് മണ്ണിൽ കുഴിച്ചിട്ടു, ആ വിത്ത് കുറെ നാള് നമ്മൾ സൂക്ഷിക്കും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ മണ്ണിൽ കുഴിച്ചിടും. അപ്പൊ ആ മുള പൊട്ടാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്, പിന്നെ ആ മുള നല്ല രീതിയിൽ പൊട്ടി പുറത്തേക്ക് വരിക. ഈ ഒരു 4 രീതിയിലാണ് നമ്മളെ കർമ്മങ്ങള് അഫക്റ്റ് ചെയ്യണത്. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പൊ ഈ 4 വിധത്തിൽ നമ്മളെ കർമ്മം ബാധിക്കുന്നത് പത്മപുരാണത്തിൽ പറയുന്നത് ഫലപ്രാപ്തിയിൽ എത്താത്ത കർമ്മം, വിത്തായിട്ട് കിടക്കുന്ന കർമ്മം, പിന്നെ പാകമായി കഴിഞ്ഞ, അതായത് മുളയ്ക്കാനായിട്ട് എല്ലാം റെഡി ആയിട്ടിരിക്കുന്ന
കർമ്മങ്ങള്, പിന്നെ മിക്കവാറും പാകമായിട്ടിരിക്കുന്ന കർമ്മങ്ങൾ. ഇങ്ങനെ 4 രീതിയിലാണ്. അതായത് അപ്രാരാബ്ധം, ബീജം, കൂടം, ഫലോന്മുഖം. ഈ 4 രീതിയിലാണ് നമ്മളെ ഈ കർമ്മഫലങ്ങള് ബാധിക്കുക. അപ്പൊ നമ്മള് ഈ നമ്മുടെ ഹൃദയത്തിനുള്ളിലെ മുജ്ജന്മങ്ങളായിട്ട് അടിഞ്ഞുകൂടി കിടക്കുന്ന ആഗ്രഹങ്ങളുടെ, നമ്മൾക്ക് എപ്പോഴും ആഗ്രഹങ്ങളാണ് അല്ലെ, അത് വേണം, ഇത് വേണം, അല്ലെങ്കിൽ അത് സ്വന്തമാക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് നമ്മൾ എപ്പോഴും ഓരോ പ്രവൃത്തിയിലേക്കും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന ആ പാപപൂർണമായ ആഗ്രഹങ്ങളുടെ രൂപത്തിൽ അടിഞ്ഞു കിടക്കുന്ന പാപത്തിനെയാണ് നമ്മള് ബീജം എന്ന് പറയുന്നത്. അപ്പൊ ആ ബീജം എപ്പോഴും നമ്മളുടെ ഉള്ളിലുണ്ട്. അപ്പൊ അത് പക്ഷെ അതിനെ നമ്മള് ആ ആഗ്രഹങ്ങളുടെ പൂർത്തിക്കായിട്ട് അതിന് ഏത് കർമ്മമാണോ അതിന് വരുന്നത്, ആ പ്രവൃത്തി നമ്മൾ ചെയ്യാതെ ഇരുന്നാല് ആ പാപം നമ്മളെ ബാധിക്കില്ല ഒരിക്കലും. അപ്പൊ അത് കൂടമായിട്ട് അവിടെ തന്നെ ഇരുന്നോളും. അപ്പൊ അത് പിന്നെ നമ്മള് മുള പൊട്ടിയിരിക്കുന്ന ആഗ്രഹങ്ങള്, അതായത് നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് തോന്നില്ലേ, നമുക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പൊ ചില സമയത്ത് നമ്മളത് ചെയ്യുന്നത് തെറ്റായിരിക്കാം. അപ്പൊ നമ്മള് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസമുള്ള ആൾക്കാർ ചിലപ്പോൾ ചിന്തിച്ചേക്കാം അല്ലെ, ഞാൻ ആ തെറ്റ് ചെയ്യാൻ പോയപ്പോ എന്തുകൊണ്ടാണ് ഭഗവാൻ എന്നെ തടുക്കാഞ്ഞത് അല്ലെ, നമുക്ക് അങ്ങനെ എടുത്തൊരു ചിന്ത വരാറില്ലേ. അപ്പൊ ഇത്രയും നാളും ഞാൻ ഭഗവാന്റെ നാമം ജപിച്ചു, അല്ലെങ്കിൽ ഇത്രയും അമ്പലങ്ങളിലൊക്കെ പോയി, അപ്പൊ ഞാൻ ആ തെറ്റ് ചെയ്യാൻ പോയപ്പോ എന്തുകൊണ്ടാണ് ഭഗവാൻ എന്നെ തടുക്കാത്തത് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പല സമയത്തും. അപ്പൊ അതെന്തുകൊണ്ടാണ്, ആ ആഗ്രഹങ്ങള് നമ്മളുടെ മുൻപില് മുളച്ചു പൊട്ടാനായിട്ട് കിടക്കാണ്. അപ്പൊ അതിന് ഈ മുള പൊട്ടാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന കർമ്മങ്ങള്, അതായത് ആ ഒരു നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആക്രമിക്കാനിരിക്കുന്ന ആ കർമ്മങ്ങളുടെ ഒന്നും, അതായത് മുളച്ചു കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മുളയ്ക്കാൻ പോകുന്ന കർമ്മങ്ങളെ ഒന്നും ഭഗവാൻ ഒന്നും ചെയ്യില്ല. അത് നമ്മളുടെ വിധിയാണത്. നമ്മൾക്ക് അനുഭവിക്കാൻ അതിരിക്കാനായിട്ട് യാതൊരു മാർഗവും ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഭഗവാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ, ഭഗവാൻ ചെയ്യുന്നത് നമ്മളുടെ മുജ്ജന്മ പാപകർമ്മങ്ങളായിട്ട് കിടക്കുന്ന ഈ വിത്തിന്റെ രൂപത്തിൽ കിടക്കുന്ന ഈ നമ്മളുടെ പ്രാരാബ്ധ കർമ്മങ്ങളെ, ഇപ്പൊ നമ്മള് വിത്ത് നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ മുളക്കില്ലാന്ന് നമ്മൾ അല്ലെ, മുളക്കില്ലല്ലോ. ഇപ്പൊ എന്തെങ്കിലും നട്ട് നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, വറുത്ത വിത്ത് ഒരിക്കലും മുളക്കില്ല. കാരണം മുളയ്ക്കാനുള്ള ആ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അതിന്റെ കഴിവ് ആ വറുക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഈ നാമം ജപിക്കുമ്പോ ഭഗവാൻ ചെയ്യുന്നത് നമ്മളുടെ കർമ്മങ്ങളെ വിത്ത് വറുക്കുന്നത് പോലെ വറുത്തെടുക്കുകയാണ്. പിന്നീട് ഒരിക്കലും ആ കർമ്മങ്ങൾ മൂലം നമുക്കൊരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ നേരിടേണ്ടി വരില്ല. കാരണം അത് മുളയ്ക്കില്ല, മുളയ്ക്കാൻ റെഡി ആവുകയില്ല. അപ്പൊ പിന്നെ ആ കർമ്മങ്ങൾ നമ്മളെ ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല. അപ്പൊ അതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഫലം. അപ്പൊ ഈ ഫലോന്മുഖമായിട്ടും പ്രാരാബ്ധ രൂപത്തിലും കൂടമായിട്ടും ബീജമായിട്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളെ മാറ്റാനായിട്ട് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മളെ സഹായിക്കും. അപ്പൊ മുള പൊട്ടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കർമ്മങ്ങളെ ഭഗവാൻ വിത്ത് വറുക്കുന്നത് പോലെ വറുക്കുമ്പോ എന്താ സംഭവിക്കുക, അതിന്റെ മുള കരിഞ്ഞു പോകും അല്ലെ. അപ്പൊ പിന്നെ അതിന് ഒരിക്കലും മുളയ്ക്കാനായിട്ടുള്ള ഒരു ശേഷിയില്ല. അപ്പോ അതുകൊണ്ട് ആ കർമ്മങ്ങൾ ഒരിക്കലും നമ്മളെ ബാധിക്കില്ല. അപ്പൊ നാമജപം ചെയ്യുമ്പോൾ ശരിക്കും ഈ ഒരു പ്രക്രിയയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതെല്ലാം നമ്മള് നാമജപം അല്ലെ, നാമജപം നമ്മൾ ജപിക്കുന്നതിനെ കുറിച്ചും നാമജപം ജപിക്കേണ്ട കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടു അല്ലെ. ആക്ച്വലി നമ്മളുടെ ജീവിതവും കാര്യങ്ങളും മെച്ചപ്പെടുത്താനും എല്ലാ പ്രയാസങ്ങളും മാറ്റാനും നാമജപം നമ്മളെ സഹായിക്കും. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്, ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോവാ അല്ലെ. അപ്പോ പ്രഭുപാദർ എപ്പോഴും പറയും, ഗോ ബാക്ക് ടു ഹോം, ബാക്ക് ടു ഗോഡ് ഹെഡ്. അതായത് ഭഗവാന്റെ ധാമമാണ് നമ്മളുടെ ശാശ്വതമായിട്ടുള്ള ഭവനം. അവിടത്തേക്ക് തിരിച്ചു പോവാനുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ നാമജപത്തിലൂടെയൊക്കെ സ്വായത്തമാക്കുന്നത്. അപ്പൊ നാമജപം കൊണ്ട് മാത്രമാണ് നമ്മളുടെ ജീവിതത്തിനെ മനസ്സിനെ ഉയർത്താനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ ഈ നാമജപം ജപിക്കുന്നതും നമ്മള് ആ ഒരു ലക്ഷ്യത്തിനെ കൂടി മുൻനിർത്തിയിട്ടാവണം. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനും ഉയർന്ന ചിന്തകളും ഉയർന്ന മനസ്സുകളും മാത്രം സ്വായത്തമാക്കാനായിട്ട് നമ്മൾ ഈ നാമജപത്തിനെ കണക്കാക്കരുത്. നമ്മളുടെ ഭഗവാനുമായിട്ടുള്ള ശാശ്വതമായ ബന്ധം പുനഃസ്ഥാപിക്കാനും ഭഗവാന്റെ ധാമത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം അനുഭവിക്കുന്നത്. അപ്പൊ നാമം ജപിക്കുന്നത് നമ്മള് ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറയുന്ന ആ ഒരു
ഭയാനകമായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം. ഒരിക്കലും സന്തോഷാന്ന് ആരും പറഞ്ഞിട്ടില്ല ജന്മമൃത്യു ജരാവ്യാധി. അപ്പോ അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് നമ്മളെ ഈ നാമജപം സഹായിക്കും. അപ്പൊ ഇത് നമ്മള് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തില് അല്ലെങ്കിൽ കൃഷ്ണബോധത്തില് പഠിക്കുന്നത് ആർട്ട് ഓഫ് ഡൈയിങ് എന്ന് പ്രഭുപാദർ എപ്പോഴും പറയും അല്ലെ. നമ്മൾ ആർട്ട് ഓഫ് ലിവിങ് അല്ല പഠിക്കുന്നത്, ആർട്ട് ഓഫ് ഡൈയിങ് ആണ്. നമ്മള് എങ്ങനെ നല്ല രീതിയിൽ മരിക്കാം എന്നാണ് കൂടുതലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇവിടെ ആർട്ട് ഓഫ് ഡൈയിങ് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ നാമജപം ജപിക്കുന്നത്. അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന പലർക്കും ചിലപ്പോ എന്നോട് എതിരഭിപ്രായം ഉണ്ടാവാം, പക്ഷെ ഇത് ശാശ്വതമായ സത്യമാണ് അല്ലെ. മരണം രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ നമ്മളുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും ഒരു നിമിഷത്തില് കടന്നു വരും. അപ്പോ ഈ രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ കടന്നു വരുന്ന ആ മരണത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാമം ജപിക്കുന്നത്. എന്ന് വെച്ചാൽ മരിക്കാതിരിക്കാൻ അല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. മരണം, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മരണം ഒരു അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അത് ചിലപ്പോ നേരത്തെ ആവാം, ചിലപ്പോ കുറച്ച് വൈകിയാവാം, പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളെ അത് പിടികൂടും. അപ്പൊ അത് എപ്പോഴും പ്രഭുപാദര് പറയും, സദാ വായ പിളർന്ന് നിൽക്കുന്ന ഒരു പാമ്പിനെ പോലെയാണ് മരണം. അത് എപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് ആക്രമിക്കുക എന്ന് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല, നമുക്ക് യാതൊരു പ്രഡിക്ഷനും അതിന് നടത്താൻ പറ്റില്ല. അപ്പോ ഈ നമ്മള് എപ്പോഴും പറയില്ലേ അതിഥി അതിഥി എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്, എന്താണ് ആക്ച്വലി അതിഥി എന്ന് അറിയോ? അതിഥി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിഥി അറിയിക്കാതെ വരുന്നവൻ എന്നാണ് അർത്ഥം അല്ലെ. തിഥി എന്ന് വെച്ചാൽ എന്താണ്? ദിവസം അല്ലെ. ദിവസം, ഞാൻ ഇന്ന ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളെ നമ്മൾ ഒരിക്കലും അതിഥിയായിട്ട് കണക്കാക്കില്ല. പെട്ടെന്ന് ഒരു ദിവസം നമ്മളുടെ വീട്ടിലേക്ക് ഓടിക്കയറി വരുന്ന ഒരാളെയാണ് നമ്മൾ ഒരു അതിഥി വന്നു എന്ന് വിശേഷിപ്പിക്കുന്നത്. തിഥി അറിയിക്കാതെ വരുന്ന ആളെയാണ് നമ്മൾ അതിഥി എന്ന് വിശേഷിപ്പിക്കുന്നത്. മരണവും അതുപോലെ ഒരു അതിഥിയാണ്. എപ്പോഴും ഏത് സമയത്തും നമ്മളുടെ വീട്ടിലേക്ക് ഓടിക്കയറി വരാം, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് ഓടിക്കയറി വരാൻ കഴിവുള്ള ഒരു അതിഥിയാണ് മരണം. അപ്പൊ അത് ഇന്ന സമയത്ത് വരും, ഇന്ന രൂപത്തിൽ വരും, ഇന്ന രീതിയിൽ വരും എന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ അതിഥീനെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പുറത്ത് കടത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശാസ്ത്രം പറയുന്നുണ്ട്, 40,000 തേളുകൾ കടിക്കുന്ന വേദനയാണ് മരണസമയത്ത് ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമ്മൾ അനുഭവിക്കുക. അപ്പോ നമ്മളുടെ ഈ വേദനകൾ കുറയ്ക്കാനും ഈ മരണസമയത്തെ യാതനകൾ കുറയ്ക്കാനും ഈ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം നമ്മളെ സഹായിക്കും. അപ്പോ ഭഗവാൻ പറയുന്നുണ്ട്, നമ്മളുടെ ശ്വാസത്തിന്റെ എണ്ണം അല്ലെ, ശ്വാസത്തിന്റെ എണ്ണത്തിന്റെ അനുസരിച്ചിട്ടാണ് നമ്മളുടെ ആയുസ് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ആയുർദൈർഘ്യം വളരെ കുറഞ്ഞ സമയമാണ് ഈ കലിയുഗം. അപ്പൊ അതേപോലെ തന്നെ ഈ കലിയുഗത്തിലെ ധർമ്മവും നാമജപം തന്നെയാണ്. അപ്പൊ ഈ നാമജപം കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ മരണത്തിനെ നമുക്ക് വളരെ ഈസി ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, എന്റെ നാമം ജപിച്ച് എന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തന് അല്ലെ, മരണസമയത്ത് എന്നെ ഓർക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നാല് ഞാൻ അവനെ ഓർക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഭഗവാൻ നമ്മളെ ഓർത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വേണ്ടത്? നമ്മളെ ഒന്നും പിന്നെ ബാധിക്കില്ല. നമ്മള് ഭഗവാന്റെ ധാമത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അപ്പൊ ഭഗവാന്റെ നാമം അല്ലെങ്കിൽ രൂപം വിചാരിച്ചാല് മരണസമയത്ത് നമ്മള് തീർച്ചയായിട്ടും ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തിച്ചേരും. ഭഗവാൻ പറയുന്നുണ്ട്, അന്ധകാലേ ചമാമേവ സ്മരൺ മുക്ത്വാ കലേവരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്തി അത്ര സംശയഃ. ഭഗവാൻ പറയുന്നതാണ്, അന്ധകാലേ ചമാമേവ, മരണസമയത്ത് നീ എന്നെ ഓർക്കൂ. അപ്പോ നീ ആ ഓർമ്മയിലൂടെ നീ എവിടെയാണ് എത്തിച്ചേരുക? എന്റെ ധാമത്തിലേക്ക് എത്തിച്ചേരും. ഇതിന് യാതൊരു സംശയവും ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഈ നാമജപം ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ആവണം. ഇപ്പോ ചില ആൾക്കാർക്കെങ്കിലും സംശയം തോന്നാം, പ്രത്യേകിച്ച് കുറച്ച് പ്രായം കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് സംശയം തോന്നാം, എന്തിനാ പിന്നെ ഇപ്പോഴേ ജപിക്കണേ അല്ലെ, മരണസമയത്ത് ജപിച്ചാ പോരെ? മരിക്കാറായിട്ട് കിടക്കുമ്പോഴോ അല്ലെങ്കിൽ മരണം നമ്മളെ ആക്രമിക്കാൻ വരുന്ന സമയത്തോ ഭഗവാന്റെ നാമം ജപിച്ചാലോ രൂപം ഓർത്താലോ ഇതൊക്കെ സാധ്യമാകില്ലേ എന്ന് നമുക്ക് സംശയം തോന്നാം. എനിക്കും സംശയം തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതിനെ പറ്റിയിട്ട് വളരെ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്.
പക്ഷെ അന്ന് മനസ്സിലാവാത്ത ഒരു സത്യം ഇന്ന് എനിക്ക് മനസ്സിലായി. കാരണം ചുട്ടയിലെ ശീലം ചുടല വരെ, അല്ലെ? അങ്ങനെയല്ലേ പറയുന്നത്? കാരണവന്മാരൊക്കെ പറയുന്നത് ചുട്ടയിലെ ശീലം ചുടല വരെ. നമ്മളെ ചുട്ടയിലെ ചെറിയ പ്രായത്തിലെ അല്ലെങ്കിൽ കുറച്ച് നേരത്തെയൊക്കെ നമ്മൾ എപ്പോഴും ശീലമാക്കിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചുടല വരെ നമ്മളുടെ കൂടെ ഉണ്ടാവുള്ളൂ, അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാമം ജപിക്കുന്നത്. ഇപ്പോഴേ ജപിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. പ്രഭുപാദ പറയും, ഒരു കുട്ടി ഉച്ചരിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട് അവനെ നാമം ജപിക്കാനായിട്ട് പരിശീലിപ്പിക്കണം. പ്രഹ്ലാദ് മഹാരാജാവ് പറയുന്നുണ്ട്, കൗമാരേ ആചരോ പ്രജ്ഞ, അതായത് 5 വയസ്സ് തൊട്ടിട്ട് പാലിക്കേണ്ടത് ഒന്നാണ് കൃഷ്ണാവബോധം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ കൃഷ്ണാവബോധത്തിലേക്ക് എത്തിച്ചേരുന്നോ അത്രയും നമ്മൾക്ക് അതിന്റെ ഗുണം കിട്ടും. അപ്പൊ ഈശ്വരനെ ഓർക്കാൻ മരണസമയത്ത് നമ്മൾക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്ന എല്ലാ കഷ്ടപ്പാടുകളും. അപ്പൊ അത് ഈ സമയത്തൊക്കെ എങ്കിലും നാമം ജപം തുടങ്ങിയാലാണ് നമുക്ക് ആ സമയത്ത് ഭഗവാനെ ഓർക്കാനായിട്ടുള്ള ഒരു സന്ദർഭം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഭഗവാൻ പറയുന്നുണ്ട്, യം യം വ്യാപി സ്മരൺ ഭാവം തെജത്യന്തേ കളേവരം തം തമേവ ഇതി കൗന്ദേയ തഥാ തദ്ഭാവ ഭാവിത. അതായത് നീ എന്തിനെ കുറിച്ചിട്ടാണോ മരണസമയത്ത് വിചാരിക്കുന്നത്, നീ അതായി തീരും എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ നമ്മള് ഭഗവാനെ കുറിച്ച് വിചാരിക്കുക, ഭഗവാന്റെ നാമത്തിൽ നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പോയിട്ട് ഈ ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറയുന്ന ഈ ഒരു സങ്കടകരമായ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് നമ്മളെ അത് സഹായിക്കും. ഇപ്പോ കുലശേഖര ആൾവാര് പറയുന്നുണ്ട്, പ്രാണപ്രയാണ സമയേ കപവാദ പിത്തൈഹി കണ്ടാവരോധന വിധൗ സ്മരണം കുതസ്തേ. ഇപ്പൊ പ്രഭുപാദ എപ്പോഴും കോട്ട് ചെയ്യുന്ന ശ്ലോകാണ്, പ്രാണപ്രയാണ സമയേ കപവാദ പിത്തൈഹി കണ്ടാവരോധന വിധോ സ്മരണം കുതസ്തേ. കുലശേഖര ആൾവാര് പ്രാർത്ഥിക്കുന്ന എന്താണ്? മരണസമയത്ത് കഫവും വാദവും പിത്തവും കൊണ്ട് എൻ്റെ കണ്ഠം നിറയും. ആ സമയത്ത് ഭഗവാനെ അങ്ങയുടെ പാദകമലങ്ങളെ ഓർക്കാനുള്ള ഒരു ശക്തി എനിക്ക് തരണേ എന്നാണ് കുലശേഖര ആൾവാര് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഇത് പ്രഭുപാദ എല്ലാ സ്ഥലത്തും കോട്ട് ചെയ്യുന്ന ശ്ലോകാണ്. അപ്പോ ഈ സമയത്ത് ഭഗവാനെ ഓർത്ത് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനുള്ള ഒരു പ്രാക്ടീസാണ് ഈ നാമജപം. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ നാമജപത്തിനെ കുറിച്ച് പറയാനുണ്ട്. ഒരു 10 ക്ലാസ്സുകൾ എടുത്താലും തീരാത്ത കാര്യങ്ങൾ ഈ നാമജപത്തിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുണ്ട്. അപ്പൊ അത് തൽക്കാലം നമുക്ക് ഈ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് ഇത് നിർത്താം. പിന്നെ ഭഗവാൻ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിനെ പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങള് മറ്റുള്ള നാമങ്ങളും മന്ത്രങ്ങളും എല്ലാം ജപിക്കുന്ന ആൾക്കാരാണ്. അപ്പോ അതിന്റെ കൂടെ ഈ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാനും കൂടി നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ അപേക്ഷ നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. അപ്പൊ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഭഗവാൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. അപ്പൊ ഈ ഏത് മന്ത്രങ്ങൾ ജപിച്ചാലും കുഴപ്പമില്ല, അതിന്റെ കൂടെ ഈ ഒരു മന്ത്രം ജപിക്കാനും നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തണം. അത് നിങ്ങളുടെ ജീവിതം തീർച്ചയായിട്ടും മാറ്റിമറിക്കും. നിങ്ങളുടെ മനസ്സിനെ ഉയർത്താനും നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്താനും എല്ലാം നിങ്ങൾക്ക് ഈ മന്ത്രജപം കൊണ്ട് സാധ്യമാണ്. അപ്പോൾ എല്ലാവരും ദയവ് ചെയ്തിട്ട് നാമം ജപിക്കാൻ തയ്യാറാവണം. അതിന് കുറച്ച് സമയം കണ്ടെത്തണം. ഇതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള ഒരു അപേക്ഷ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ടിപ്സ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരാം. എങ്ങനെയൊക്കെ നല്ല രീതിയിൽ നാമം ജപിക്കാമെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ ഹരേ കൃഷ്ണ.